ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഒരു ദിവസം സുബഹിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ പ്രിയപ്പെട്ട മകളായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ ഇല്ലാത്ത ഒരു ഉറക്കാണ്. അതായത് സുബഹി ബാങ്ക് കൊടുത്തത് ബാങ്കിന്റെയും സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് സമയം, സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് സമയം, അതിന്റെ ഇടയിൽ ഉള്ള വറക്ക്, ആ വറക്ക് നല്ല വറക്കല്ല. ഈ ബാങ്കിന്റെ അതുപോലെ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിയുന്നത് വരെ ഉള്ള വറക്ക് നല്ല വറക്കല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യവും നമ്മുടെ ജീവിതത്തിൽ ബേജാറും കൊണ്ടുവരുന്ന ഉറക്കാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സമയത്താണ് ഓരോ ദിവസത്തിന്റെ മനുഷ്യന് വേണ്ട റിസ്കുകൾ അല്ലാഹു തആല കണക്കാക്കുന്ന സമയമാണ്. നമ്മുടെ റിസ്ക് കണക്കാക്കുമ്പോൾ കിടന്നും ഉറങ്ങിയിട്ടത് എടുക്കേണ്ടവരല്ല ഞങ്ങള്. നമ്മുടെ നല്ല ആവേശത്തോടെ ഉന്മേഷത്തോടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരുപാട് ദിക്റുകൾ, ഒരുപാട് നന്മകൾ ചെല്ലുന്നതിന്റെ ഇടയിൽ വാങ്ങലാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഹബീബായ തങ്ങള് സുബഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെ സൂര്യൻ ഉദിച്ച് ആ സമയം വരെ പള്ളിയിൽ ഇരുന്ന്, അതായത് മുസല്ലയിൽ ഇരുന്ന് റസൂലുള്ളാഹി തങ്ങൾ തസ്ബീഹുകളെ കൊണ്ടും അതുപോലെ ദിക്റുകളെ കൊണ്ടും അവിടുത്തെ സമയം ചെലവഴിച്ചിരുന്നു. നിസ്കരിച്ചിട്ടും നിസ്കരിച്ച് സൂര്യൻ ഉദിച്ച് ആ സമയമാവുന്നത്, അതായത് ദുആ നിസ്കാരത്തിന്റെ സമയമാണ്. ഇശ്റാഖ് നിസ്കാരം എന്ന് പറയും, ദുആ നിസ്കാരം എന്ന് പറയും. ആ സമയം വരെ ഹബീബായ തങ്ങൾ അവിടെ ഇരുന്ന് മുസല്ലയിൽ ഇരുന്ന് ദിക്റും തസ്ബീഹും ചെല്ലുമായിരുന്നു. കാരണം എപ്പോഴാണ് റിസ്ക്, നമ്മുടെ റിസ്ക് അല്ലാഹു തആല ഓഹരി ചെയ്യുന്ന സമയമാണ്. ഇയാൾക്ക് എത്ര വേണോ, ഇയാൾക്ക് എത്ര വേണം, ഇങ്ങനെ നിശ്ചയിക്കുന്ന സമയം. അപ്പൊ പതിവിന് വിരുദ്ധായിട്ട് മഹദിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ പോയിട്ട് അപ്പൊ കിടന്നുറങ്ങുകയാണ്. അപ്പൊ ഹബീബായ തങ്ങള് ഫാത്തിമ പോയി ബീബിയോട് ചോദിച്ചു, മാ യുനീമുകി ഫീ ഹാദിഹി സ്സാഅതി യാ ഫാത്തിമ, ഫാത്തിമ ഈ സമയത്ത് നിന്നെ ഉറക്കിയത് എന്താണ് ഫാത്തിമ? നിനക്കറിയാലോ ഈ സമയത്തിന്റെ മഹത്വം, ഈ സമയത്തിന്റെ ബഹുമാനം ഫാത്തിമ ബീവിക്ക് അറിയാം. എപ്പോഴും ഉറങ്ങുന്ന ഫാത്തിമ ബീവി അല്ല. പതിവിന് വിരുദ്ധമായി ഫാത്തിമ ബീവി അന്നത്തെ ദിവസം പോയി കിടക്കുന്നതാണ്, ഉറങ്ങുന്നതാണ്. ചോദിച്ചു, എന്താ ഫാത്തിമ എന്താ ഇപ്പോ പുതിയ ഉറക്കം ചോദിച്ചു. അപ്പൊ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അൽ ഹുമ്മ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ നല്ലോണം പണിക്കുന്നുണ്ട് നബിയെ, ആരോഗ്യ പ്രശ്നമുള്ളത് കൊണ്ടാണ്, നല്ലോണം പനിക്കുന്നത് കൊണ്ടാണ് നബിയെ ഞാൻ കിടന്നുപോയത്. അൽ ഹുമ്മ യാ റസൂലല്ലാഹ് വിളിച്ചാണ്, യാ ഹബീബല്ല, ബാപ്പാണ്, റസൂലുള്ള ബാപ്പാണ്, ബാപ്പാന്ന് വിളിച്ചല്ലേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലായ പ്രിയപ്പെട്ടവരെ എനിക്ക് പനിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിക്ക് ആ പനിയൊന്നും കുളിർക്കാൻ, ആ പനിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രത്യേകമായ ഒരു ദിക്റുണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലെ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അതിന്റെ മഹത്വങ്ങളാണ്. അതിന്റെ വിശദീകരണമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത്. അതിന്റെ ബഹുമാനങ്ങൾ, അതിന്റെ നിബന്ധനകൾ, അതെങ്ങനെ പറയാം, അതെങ്ങനെയാണ്, അതിന്റെ മനസ്സിന്റെ ഉള്ളിൽ എന്ത് വേണം ഒക്കെ പറഞ്ഞു. അപ്പൊ പനി പിടിച്ച് കിടക്കുമ്പോ അതിന്റെ പരിഹാരം ഇത് ഫാത്തിമ ബീവിക്ക് മാത്രമുള്ള പരിഹാരമല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇപ്പോ കുറച്ചു മുമ്പുള്ള ഒരു മഞ്ഞപ്പിത്തം വന്നു, അല്ലെ, ഇനി കുറച്ചാകുമ്പോന്നെങ്കിലും ഒരു ആശുപത്രി സമാനാകുമ്പോ ഇങ്ങനെ നിരന്തരമായിട്ട് തസ്ബീഹിന്റെ മാല പൊട്ടിയാൽ മണികൾ ഉതിർന്നു വീഴുന്നത് പോലെയാണ് ഇവിടെ പ്രയാസങ്ങളും ബലാഹുകളും മുസീബത്തുകളും ഇവിടെ ഖിയാമത്ത് നാളാകുമ്പോ വരും. സയ്യിദുനാ റസൂലുള്ളാഹി ഒരു ഉരുൾപൊട്ടൽ കൊണ്ട് നിൽക്കുന്നതൊന്നുമല്ല പ്രശ്നങ്ങൾ, ഇനി നിരന്തര പ്രശ്നങ്ങളാണ്. ഒരു നേരം നിരന്തരം ഏതുപോലെ തസ്ബീഹിന്റെ മാല പൊട്ടിയാൽ മണികൾ എങ്ങനെ ഉതിർന്നു വീഴും, ഒന്നിന്റെ പിറകെ വന്നു, അല്ലെ, ചിലപ്പോ ഒന്നിന് മുമ്പ് തന്നെ മറ്റത് വീഴും, സ്പീഡായിട്ട്. അത്ര അങ്ങനെയാണ് ആശ്രിതമാൻ്റെ. അപ്പൊ ഇങ്ങനെ മുസീബത്ത് വന്നോണ്ടുണ്ടാവും, പ്രയാസങ്ങൾ വരും, പനികൾ വരും, അല്ലെ, പല രൂപത്തിലുള്ള പനികളും പ്രയാസങ്ങളും. അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ.
എത്രയോ ആളുകൾ പനി പിടിച്ച് ഹോസ്പിറ്റലിലും വീടുകളിലൊക്കെയും കിടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു ഈ സമയത്തിന്റെ കുടുംബത്തോട് അവർക്ക് അല്ലാഹു പരിപൂർണ്ണ ശിഫാ നൽകട്ടെ. അപ്പോ ബിബി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, നിന്റെ പനിയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീ ചെയ്യേണ്ടത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീഥ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീഥ്. ഓ ഫാത്തിമ, ഈ ദിക്ർ നീ പതിവായിക്കോ. ഇത് അള്ളാഹുവിന്റെ വലിയ ഇസ്മാണ്, ഇസ്മുൽ ആദം എന്ന് പറയും. അള്ളാഹ്ക്ക് 99 പേരുണ്ടെങ്കിൽ ആ 99 പേരുകളിൽ ഏറ്റവും മന്നമായ പേരാണ് ഹയ്യും ഖയ്യൂം. അതാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യായ അല്ലാഹ്, ഖയ്യൂമായ അല്ലാഹ് എന്ന് പറഞ്ഞാൽ യാത്രയുള്ളവൻ, മരണമില്ലാത്തവനാണ്. ഖയ്യൂം എന്ന് പറഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുന്നവനാണ്. നമ്മളെ ഈ ഡോക്ടർമാർ തരുന്ന മരുന്നുകളോ ട്രീറ്റ്മെന്റുകളോ അല്ല നമ്മുടെ രോഗത്തിന്റെ പരിഹാരം അല്ലാഹുവിന്റെ നിയന്ത്രണമാണ്. പടച്ച റബ്ബിന്റെ നിയന്ത്രണം കൊണ്ടാണ് നമ്മുടെ പനിയും രോഗങ്ങളും പ്രയാസങ്ങളും നീങ്ങിപ്പോകേണ്ടത്. അതുകൊണ്ട് അല്ലാഹുവിനെ വിളിച്ചിട്ട്, ആ പടച്ചോനെ വിളിച്ചിട്ട് ഈ പറഞ്ഞോ, പടച്ചോനെ നിന്റെ റഹ്മത്തോട് ഞാൻ സഹായം തേടുന്നു. ഇത് പറഞ്ഞു ഫാത്തിമ, നിന്റെ ബുദ്ധിമുട്ടും പനിയൊക്കെ പോകുന്നതാണ്, ഇതൊക്കെ പോകുന്നതാണ്. അതുകൊണ്ടല്ലേ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞ് ബദരീദ് നടക്കുന്ന സമയത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തെന്താ? സുജൂദിൽ കിടന്നിട്ട് എന്താ പറഞ്ഞേ? യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ ഓരോ വാൾ പിടിച്ചിട്ട് പോർക്കളത്തിലേക്ക്, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിപ്പോയതല്ല അബി. പിന്നെന്താ? സുജൂദിൽ കിടന്ന് ആ സുജൂദിൽ അല്ലാഹുവിനെ വിളിച്ചതാണ്. എന്താ വിളിച്ചത്? യാ ഹയ്യു യാ ഖയ്യൂം. പ്രയാസങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടത് അതാണ്. ജോലിയില്ലാതെ വിഷമിക്കുമ്പോൾ വിളിക്കേണ്ടത് അതാണ്. അല്ലെ, കച്ചവടത്തിൽ പ്രയാസപ്പെടുമ്പോൾ വിളിക്കേണ്ടത് അതാണ്. ശാരീരികമായി പ്രയാസപ്പെടുമ്പോൾ വിളിക്കേണ്ട പേരതാണ്. അതാണ് ഫാത്തിമ ബീവിയോട് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഫാത്തിമ, പനി പിടിച്ച് കിടക്കാണല്ലേ, എന്നാൽ നീ അല്ലാഹുവിനെ വിളിച്ചോ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീഥ്. നിന്റെ പനിക്ക് ഒരു പരിഹാരം ഉണ്ടാവും, നിന്റെ പനിക്ക് ശിഫ ഉണ്ടാവും. മോമിനീങ്ങൾ എപ്പോഴും പതിവാക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് ബേജാറ് വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ ഇത് അല്ലാഹുവിനെ വിളിച്ചിട്ട് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലാഹു വലിയ സന്തോഷമാണ്. പിന്നെ പ്രത്യേകിച്ചിട്ട് ഫാത്തിമ ബീവിയോട് അഭിമാനം ഞങ്ങൾ പറഞ്ഞ പോലെ ആ സമയം, നമ്മുടെ ഈ സമയം ഉണ്ടല്ലോ, സുബഹിന്റെ ആ ഒരു സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞത് വരെ നമ്മൾ ഉറക്ക് അറിയാതിരിക്കുക. നമ്മുടെ വീടുകളിൽ ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വീടിന് ദാരിദ്ര്യമാണ്, ഉറപ്പാണ്. ആ വീടിന്റെ വർക്കത്തിന്റെ കുറവ് ഉണ്ടാവുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞതല്ല, സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണ്. അല്ലാഹു നമുക്ക് ആ സമയത്തിനെ ബഹുമാനിക്കാനും അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഖൈറാത്തുകളും ബറകാത്തുകളും റിസ്കിന്റെ എല്ലാ മേഖലകളും നല്ല രൂപത്തിൽ അല്ലാഹു സന്തോഷിക്കുന്ന രൂപത്തിൽ കൈവറ്റാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരാ അല്ലാഹ്. റബ്ബേ യാ ഹയ്യു യാ ഖയ്യൂം എന്ന ആ മഹത്തായ ഇസ്മുൽ അഅ്ളമിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പരിസര നാടുകളിലും ലോകത്തിന്റെ പലയിടങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പാവങ്ങളായ ഒരുപാട് അടിയാറുകൾ പടച്ചോനെ അവർക്ക് നീ സലാമത്ത് നൽകല്ലോ. പ്രതിസന്ധികളിൽ നിന്നിട്ട് അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പ്രയാസങ്ങളിൽ നിന്നിട്ട് അവരെ നീ കരകയറ്റണേ അല്ലാ. ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ട് അവർക്ക് സന്തോഷം നൽകണേ അല്ലാ. പരിപൂർണ വിജയം നൽകണേ അവർക്ക്. എല്ലാ മേഖലയിലും ഇസ്ലാമിനെ തളർത്താൻ ശ്രമിക്കുന്ന ഏതൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളുണ്ടോ അവരെ മുഴുവനും നീ പരാജയപ്പെടുത്തണേ അല്ലാ. ഇസ്ലാമിന്റെ ഇസ്സത്ത് നീ ഉയർത്തിപ്പിടിക്കണേ അവർക്ക്. മുസ്ലിമീങ്ങളുടെ ഇസ്സത്ത് നീ ഉയർത്തിപ്പിടിക്കണേ അല്ലാ. പഠിച്ചവനെ, നമ്മുടെ നാട്ടിൽ വീടുകളിലും കുടുംബങ്ങളിലും വസീയത്ത് ചെയ്തവരും ഒരുപാട് ആളുകൾ പഠിച്ചവനെ ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. നൽകണേ അവർക്ക്, ശിഫാ നൽകണേ അല്ല. എത്രയോ ഡയാലിസിസ് ചെയ്യപ്പെടുന്ന രോഗികളുണ്ട്. ഇന്നലെയും ഒരാൾ വിളിച്ചു, സാറേ നാളെ കൃത്യം രാവിലെ 5 മണിക്കാണ് എന്റെ ഡയാലിസിസ്.
എന്ത് ചെയ്യണം, സുബഹിന്റെ നിസ്കരിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും ബേജാറ് പറഞ്ഞ രോഗികൾ, പടച്ചോനെ നീ സലാമത്ത് നൽകല്ലോ, ആരോഗ്യം നൽകല്ലോ, ആഫിയത്ത് നൽകറബ്ബ്. അവരുടെ എല്ലാ പ്രയാസങ്ങളും മാനസികമായി തളർന്നു നിൽക്കുന്നവരുടെ മനസ്സിന് നീ ഹിമ്മത്ത് നൽകറബ്ബ്. പടച്ചോനെ നമുക്ക് നീ തന്ന ആഫിയത്ത്, ആരോഗ്യം മരണം വരെ സാധ്യമാക്കണേ റഹ്മാൻ. അല്ലാഹുവേ, കടങ്ങളുണ്ടല്ലോ, ഒരുപാട് ബാധ്യതകളുണ്ട്. ഒക്കെ ജോലിയില്ലാതെ ബേജാറ് അനുഭവിക്കുന്നവരുണ്ട്. കച്ചവടത്തിൽ മറക്കുന്നില്ല എന്ന് പറഞ്ഞ് ബേജാറ് പറഞ്ഞവർ, കടലിൽ പോയിട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബേജാറ് പറഞ്ഞവർ, എല്ലാവർക്കും വേണ്ടത് നിന്റെ സഹായമാണ്. നീ സഹായിക്കണേ അല്ലാഹ്. ഓരോരുത്തർക്കും വേണ്ട രൂപത്തിലുള്ള റിസ്കിന്റെ കവാടം നീ തുറന്നു കൊടുക്കണേ റഹ്മാൻ. അല്ലാഹ്, മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാഹ്. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകല്ലോ, നറഹമത്ത് നൽകല്ലോ. ചെയ്ത പാപങ്ങളിൽ അവർക്ക് നീ കഴുകണേ റഹ്മാൻ. പടച്ചവനെ, ഗൾഫ് യാത്ര ഉദ്ദേശിക്കുന്ന ഈ ആഴ്ചയിൽ ഒരുപാട് ആളുകൾ ഗൾഫ് യാത്ര ഉദ്ദേശിക്കുന്നവരാണ്. ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവർക്ക് ഓരോരുത്തരുടെ യാത്രയും വലിയ ബറക്കത്തും സന്തോഷവും നീ നൽകണേയുണ്ട്. അപകടങ്ങളിൽ നിന്ന്, മരണങ്ങളിൽ നിന്നിട്ട്, മുസീബത്തുകളിൽ നിന്ന്, ബലാവുകളിൽ നിന്നിട്ട് സർവ്വ യാത്രക്കാർക്കും ഞങ്ങൾക്കും നീ സലാമത്ത് നൽകല്ലോ. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم، على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد